കോർസോ ത്രിയേസ്തയിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത്. ഈ വഴി മെല്ലെ ചെന്ന് ചേരുന്നത് ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള പള്ളിയിലാണ്. ഈ പള്ളി സെയിൻറ്റ് ലോങ്കിനൂസിൻ്റെ നാമത്തിലുള്ള പള്ളിയായിരുന്നു 8-ാം നൂറ്റാണ്ടിലും മറ്റും. 8-ാം നൂറ്റാണ്ടിലെ വലിയൊരു അത്ഭുതം നടന്ന പള്ളി. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ പ്രാർത്ഥനയുണ്ട്: ദൈവമേ, എൻ്റെ ഇരുട്ട് എന്നോട് സംസാരിക്കാൻ നീ ഇടവരുത്തരുതേ, അങ്ങൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വെട്ടം മാത്രം എന്നോട് സംസാരിക്കട്ടെ. ഇടയ്ക്കൊക്കെ ഇരുട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ സന്ദേഹങ്ങളായി, വലിയ വലിയ വിശ്വാസ സംബന്ധിയായ സംശയങ്ങളായി ഇരുട്ട് വന്ന് പൊതിയാറുണ്ട്. ഇവിടെ ഞാനിപ്പോൾ പ്രവേശിക്കാൻ പോകുന്ന ചാപ്പലിൽ 8-ാമത്തെ നൂറ്റാണ്ടിൽ ഒരു ബസീലിയൻ സന്യാസി കുർബാന അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് സംശയം വന്നു, കുർബാനയ്ക്കിടയിൽ സത്യമായിട്ട് ഈ തിരുശരീരവും തിരുരക്തവും ഉണ്ടാകുന്ന പ്രതിഭാസം സംഭവിക്കുന്നുണ്ടോ? ഓസ്തി വീഞ്ഞ് രക്തമായും തിരുശരീരമായി മാറുന്നുണ്ടോ? ദൈവികതയുടെ ഉത്തരവുണ്ടായി. പെട്ടെന്ന് തന്നെ തിരുവോസ്തി ശരീരമായി മാറി, വീഞ്ഞ് തിരുരക്തമായി മാറി. പിന്നീട് ബസീലിയൻ സന്യാസിമാർ അത് ഒരു പേടകത്തിൽ നിക്ഷേപിച്ചു. ഏറെ വർഷങ്ങൾ കഴിഞ്ഞു. 1970 പ്രൊഫസർ ലിനോലിയുടെ നേതൃത്വത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി പഠനങ്ങൾ നടത്തി. നിരവധി വർഷത്തെ പഠനങ്ങൾ. അതിൽ നിന്നും വ്യക്തമായ കാര്യം എന്താണ്? ഈ ശരീരം ഹൃദയത്തിൻ്റെ ഭാഗമാണ്. മയോകാർഡിയം, എൻഡോകാർഡിയം, വേഗസ് നെർവ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇവയെല്ലാം ചേർന്നത്, അതായത് പൂർണ്ണ ഹൃദയത്തിൻ്റെ ഭാഗം. ഈ രക്തം AB ഗ്രൂപ്പിൽപ്പെട്ട രക്തമാണ്. ഇനി വല്ലത് ബ്രൂയിസ്ഡ് ആക്കപ്പെട്ട മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. പീഡകൾ ഏറ്റുവാങ്ങിയ ഹൃദയം. ഇനി ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഇല്ല എന്നും സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. ഇന്നും ലഞ്ചാനോയിലെ തിരുശരീരവും തിരുരക്തവും അനേകായിരങ്ങളെ ആകർഷിച്ചുകൊണ്ട്, വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് അങ്ങനെ നിലകൊള്ളുന്നു. 1200 വർഷങ്ങൾ പഴക്കമുള്ള തിരുശരീരവും തിരുരക്തവുമാണ് നേപ്പിൾസിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള റെലിക്വറിയിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. തിരുരക്തം 5 കട്ടകളായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതങ്ങനെ രൂപപ്പെട്ടതാണ്. സഭാ പണ്ഡിതന്മാർ ഇതിനെ 5 തിരുമുറിവുകളുടെ പ്രതീകമായിട്ടാണ് കാണുക. ഈ തിരുവോസ്തിയിലും തിരുരക്തത്തിലുമാണ് ഏറ്റവും അധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം തന്നെയാണ് ഏറ്റവും അധികം ശാസ്ത്രീയമായി വിശകലനം ചെയ്യപ്പെട്ട കത്തോലിക്ക സഭയിലെ അത്ഭുതം. 1970-ലും 1980-കളിലും അതിവിശദമായ പഠനങ്ങൾ നടത്തപ്പെട്ടു. ഇതിനുവേണ്ടി പ്രത്യേകം കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. ഒദാർദോ ലിനോലി, റൊഗേറോ ബെർത്തേലി എന്നിവരായിരുന്നു ഈ പരീക്ഷണ സംഘത്തിൻ്റെ തലവന്മാരായി പ്രവർത്തിച്ചത്. മാത്രമല്ല, ഈ പഠനത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രത്യേകമായ സഹായവും ഉണ്ടായിരുന്നു. കാരണം ഇത് തെളിയിക്കപ്പെടേണ്ടത് ഒരു വലിയ ആവശ്യമായിട്ട് എല്ലാവർക്കും തോന്നിക്കാണണം. ഏതായാലും അതിവിശദമായ പഠനങ്ങളൊക്കെ നടത്തപ്പെട്ടു. പഠനത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. കത്തോലിക്ക സഭയ്ക്കും WHO-യ്ക്കും ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രത്യേകമായിട്ട് ഡോക്ടേഴ്സിൻ്റെ സംഘം പറയുന്നത് ഇവിടെ നടന്ന കാര്യങ്ങൾ സാധാരണ ശാസ്ത്രത്തിൻ്റെ കണക്കുകൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. സാധാരണ തെളിവുകൾ വച്ച് അവയെ അളക്കാൻ പറ്റുകയില്ല. ദേ ഗോ ബിയോണ്ട് ദ നാച്ചുറൽ.
ടു ദ റെലം ഓഫ് സൂപ്പർ നാച്ചുറൽ. അവർ കണ്ടെത്തിയ കാര്യങ്ങളും കൃത്യമായിട്ട് സയൻറ്റിഫിക് ടേംസ് ഉപയോഗിച്ച് അവർ വിവരിച്ചിരുന്നു. ഈ ബ്ലഡ് ഹ്യൂമൻ ബ്ലഡാണെന്നും AB ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡാണെന്നും വളരെ റെയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് അതെന്നും ടൂറിലെ തിരുക്കച്ചയിലെ ബ്ലഡും ഇതും ഒന്നാണെന്നും അവർ കൃത്യമായിട്ട് തെളിയിച്ചു. വീണ്ടും ശരീരത്തിൻ്റെ ഭാഗം ഹൃദയഭാഗമാണ് മയോകാർഡിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, നെർവ് ഫൈബേഴ്സ്, ആസ്റ്ററീസ്, വെയിൻസ് എല്ലാം ചേർന്ന ഭാഗം. ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷമാണ് സഭ ഔദ്യോഗികമായിട്ട് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് അംഗീകരിച്ചത്. ദൈവമേ, എൻ്റെ വിശ്വാസം മാറ്റണമേ. എൻ്റെ ഇരുട്ട് എന്നോട് സംസാരിക്കുവാൻ അങ്ങ് വരുത്തരുതേ. അങ്ങിനിൽ നിക്ഷേപിച്ചിരിക്കുന്ന വെട്ടം, മഹാവെട്ടം മാത്രം എന്നോട് സംസാരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ പള്ളി വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യം എന്നെ പൊതിയട്ടെ എന്നും കർത്താവിൻ്റെ കരുണയായി ഞാൻ മാറട്ടെ എന്നും ഞാനും പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യം എന്നിൽ നിറയട്ടെ. ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള പള്ളിയിലാണ് ഈ തിരുശേഷിപ്പുകൾ ഇപ്പോഴും കാത്തുസൂക്ഷിക്കപ്പെടുന്നത്. ദിവ്യകാരുണ്യം ഭക്തിയുടെ പ്രതീകമായിരുന്ന വിശുദ്ധൻ, ദിവ്യകാരുണ്യമായി ആളുകളെ പുണർന്ന വിശുദ്ധൻ. ആ വിശുദ്ധനെ ഒന്ന് തൊട്ടാൽ തന്നെ കരുണയുടെ അനുഭവം എനിക്കുമുണ്ടായേക്കും. ഇവിടെ വെച്ച് ശരിക്കുമുള്ളൊരു അത്ഭുതം സംഭവിച്ചു. ആൾക്കൂട്ടത്തിൽ നിന്നും വഴിതെറ്റി നടന്ന ഞങ്ങൾ അറിയാതെ ചെന്ന് ചേർന്നത് ഈ ബസീലിയൻ മങ്ക് കുർബാന അർപ്പിച്ച അതേ അൾത്താരയ്ക്കരികിലാണ്. പ്രവേശനമില്ലാതിരുന്ന സ്ഥലമായിരിക്കാം, വഴിതെറ്റി വന്നതാണല്ലോ. പക്ഷെ ആ ഒരു അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നെന്ന് ഞാൻ കണക്കാക്കുന്നു. ഈ പുരാതന പള്ളിയിലിരുന്ന് കുർബാന അർപ്പിക്കുമ്പോഴാണ് ബസീലിയൻ സന്യാസിക്ക് സംശയമുണ്ടായത്. ഈ അൾത്താരയിൽ തിരുവോസ്തിയും കാസയും ഉയർത്തുമ്പോൾ അറിയാതെ ഉള്ളൊരു സംശയം, സത്യമായും തിരുശരീരമായും തിരുരക്തമായും മാറുന്നുണ്ടോ? സംശയം മനുഷ്യർക്ക് സ്വാഭാവികമാണല്ലോ. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി കാണണം. പെട്ടെന്ന് തിരുവോസ്തി ശരീരമായി മാറി, കാസയിൽ വീഞ്ഞ് രക്തമായി മാറി. എത്ര അനിർവചനീയമായ ആനന്ദത്തിൻ്റെ നിമിഷമായിരിക്കും. ഈ ചെറു പള്ളിയിൽ വന്ന് നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത് തന്നെ അങ്ങേറ്റം സന്തോഷത്തിൻ്റെ അനുഭവമാണ്. കണ്ണ് നിറയുന്നു, ഉള്ളു നിറയുന്നു. ദിവ്യകാരുണ്യം എന്നെയും വന്ന് പൊതിയുന്നത് പോലെ എനിക്കും തോന്നലുണ്ടാവുന്നു. ദൈവമേ, കരുണയ്ക്കുള്ളിലെ കരുണയായി അങ്ങനെ വന്ന് തൊടുമ്പോൾ കരുണയോടെ ജീവിക്കാൻ അങ്ങനെ പഠിപ്പിക്കണമേ. ഇതെൻ്റെ ആശ, ഇതെൻ്റെ പ്രാർത്ഥന, ഇത് ഞാൻ ആശംസയാക്കി മാറ്റുന്നു. ദൈവ ഗ്രാസിയ. ദിവ്യകാരുണ്യ അനുഭവത്താൽ നിറഞ്ഞ് ഞാൻ വെളിയിലേക്ക് നടക്കുമ്പോൾ മനസ്സിലിപ്പോഴും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ദൈവമേ, നിൻ്റെ കാരുണ്യം എന്നെ പൊതിയുന്നത് പോലെ എൻ്റെ കാരുണ്യം സർവ്വജീവജാലങ്ങളെയും പൊതിയുവാൻ നീ തന്നെ ഇടവരുത്തുക. കരുണയ്ക്കുള്ളിലെ കരുണയെന്ന് തോമസ് മേർട്ടൺ ദൈവത്തെ വിളിച്ചു. കരുണയ്ക്കുള്ളിലെ കരുണയായ ദൈവം എന്നെ കരുണയുടെ ഉപകരണമാക്കി മാറ്റട്ടെ. ഇതെൻ്റെ ആശ, ഇതെൻ്റെ പ്രാർത്ഥന. ഈ ഇടനാഴിയിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാനിങ്ങനെ ഓർത്തു. ഈശോയുടെ കരുണയാണ് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതം. സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകാനാവുന്ന വിധത്തിൽ ഹൃദയം വിശാലമാക്കലാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് കുർബാനയിൽ ഒരാൾ അനുഭവിച്ചറിയുന്നത്. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ
അത്ഭുത കാഴ്ചകൾ കാണാൻ ഓടിപ്പാഞ്ഞ് നടക്കുന്നവരാണ്. കുർബാനയിൽ എല്ലാ ദിവസവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക ഒരിടത്തെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഓടിപ്പാഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കാഴ്ചകളിൽ അഭിരമിക്കാനാണ് വലിയ താല്പര്യം. എവിടെയെങ്കിലും ദിവ്യകാരന് അത്ഭുതം നടക്കുന്നു, മാതാവിൻ്റെ ദർശനം സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു പോകുന്നുണ്ട്. തെറ്റൊന്നുമില്ല, നല്ല കാര്യമല്ലേ. തീർത്ഥാടനങ്ങൾ വളരെ നല്ലതാണ്. പക്ഷെ എന്ന് കരുതി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കൊച്ചു പള്ളിയിൽ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയിലെ വലിയ അത്ഭുതം നമ്മളെന്നും കാണണം, അനുഭവിച്ചറിയണം. അതനുഭവിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമില്ലാത്തത്. അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. പിന്നീട് കുർബാന കഴിഞ്ഞ് നമ്മൾ വീട്ടുകളിലേക്ക് മടങ്ങുമ്പോൾ കുർബാനയുടെ തുടർച്ചയെന്ന മട്ടിലായിരിക്കണം നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. കുർബാന തീരുമ്പോഴാണ് കുർബാന ആരംഭിക്കുന്നത് എന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അത്ഭുതകരമായ സമർപ്പണവും അത്ഭുതകരമായ ക്ഷമയും അത്ഭുതകരമായ സ്നേഹവും അത്ഭുതകരമായിട്ടുള്ള വിശാലതയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ ഓരോ ദിവസവും കുർബാന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ ദൈവത്തിൻ്റെ അത്ഭുതമായിട്ടാണ് മടങ്ങിപ്പോകേണ്ടത്. നിർഭാഗ്യവശാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളായി മാറേണ്ടവർ അർബുദങ്ങൾ പോലെ മറ്റുള്ളവരുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കുർബാന കഴിഞ്ഞ് വന്ന് കലാപരിപാടികൾ ആരംഭിക്കുന്ന ആളുകളുണ്ട്. കാരണം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവർ പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്തയാണ്. പിന്നെ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, കുത്തിമുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവ് പറയുന്നത് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും കുത്തിമുറിവേൽപ്പിക്കലും മാറ്റിയിട്ട് സ്വയം മുറിക്കപ്പെടാൻ തയ്യാറാവുക. അതാണ് യഥാർത്ഥ സ്നേഹം. ആ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇനി എന്നാണാവോ സംഭവിക്കാൻ പോകുന്നത്?